ബി.എൻ. ഹസ്കർ. അതായത് അതൊന്നുകൂടി പറയാം, ഇസ്ലാമിനോ മുസ്ലിമിനോ എതിരല്ല ഞങ്ങൾ, മതത്തിൽ ഇടപെടേണ്ട കാര്യവുമില്ല, മതപരമായ അജണ്ടയുമില്ല, ഇത് നീതിക്ക് വേണ്ടിയാണ് എന്ന് കേന്ദ്രമന്ത്രി ഒരു സർക്കാരിനെ പ്രതിനിധീകരിച്ച് മുനമ്പത്തുകാർക്ക് മുന്നിൽ വന്ന് പറയുന്നു. ഈ മുസ്ലിങ്ങൾക്കെതിരായ കേന്ദ്ര നീക്കമാണെന്ന പ്രചാരണം അതിങ്ങനെ രാഷ്ട്രീയ ഉപരിതലത്തിൽ പരത്തിവിടുന്ന ഇടതും വലതുമല്ലേ ശരിക്കും വിഷം ചീറ്റുന്നത്? കൃഷ്ണൻ, കേരളം പോലുള്ള ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനത്തിന്റെ വളരെ ചെറിയ സ്ഥലമായിട്ടുള്ള മുനമ്പത്തെ 600 കുടുംബങ്ങൾക്ക് വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ ഒരു നിയമം പാസാക്കിയിരിക്കുന്നു എന്ന നെഞ്ചുവീരിപ്പോടുകൂടിയാണ് ഇന്ന് ശ്രീ കിരൺ റിജ്ജു മുനമ്പത്തെ നിവാസികളെ കാണാൻ വന്നത്. ഈ വഖഫ് എന്ന് പറയുന്നത് ആരുടേതാണ്? ആരാണ് യഥാർത്ഥത്തിൽ വഖഫ് ഭൂമിയുടെ അവകാശികൾ? വഖഫ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഒരു മുസ്ലിം തന്റെ സമ്പാദ്യത്തിൽ നിന്നും ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കുന്നതിനെയാണ് വഖഫ് എന്ന് പറയുന്നത്. രാജ്യത്ത് പലതരത്തിൽ വഖഫ് ഭൂമികൾ വന്നു ചേർന്നിട്ടുണ്ട്. ഇന്ത്യയുടെ വിഭജന കാലത്ത് ഇന്ത്യ വിട്ട് പാകിസ്ഥാനിലേക്ക് പോയിട്ടുള്ള ആളുകളുടെ ഭൂമി വഖഫ് ഭൂമിയായി ബൈ യൂസർ എന്ന നിലയിൽ അത് വഖഫ് ഭൂമിയായി പല വഖഫ് ബോർഡുകളുടെ കൈവശമുണ്ട്. രാജ്യത്താകമാനമുള്ള വഖഫ് ഭൂമിയിൽ കണ്ണും നട്ട് തന്നെയാണ് ഈ നിയമം നടപ്പിലാക്കിയിരിക്കുന്നത്. ഒരു രാജ്യത്ത് ഒരു നിയമം അപരിഷ്കൃതമോ അല്ലെങ്കിൽ കാലാനുസൃതമല്ലെന്നോ ഒരു തോന്നലുണ്ടായാൽ ആ നിയമം ഭേദഗതി വരുത്തുന്നുള്ള അവകാശം ഭരണഘടനാപരമായും അതുപോലെ നിയമസഭകൾക്കും പാർലമെന്റുകൾക്കും നിക്ഷിപ്തമായിട്ടുണ്ട്. അപ്പോ ഈ ഒരു നിയമം ഇന്ത്യയിലെ വഖഫ് നിയമം കാലാനുസൃതമല്ല എന്ന തോന്നലുണ്ടാക്കണമെങ്കിൽ അതാദ്യം പറയേണ്ടത് ആരാണ്? അതാദ്യം പറയേണ്ടത് വഖഫ് എന്ന് പറയുന്ന ഭൂമിയുടെ വസ്തുവകകളുടെ അവകാശികളായിട്ടുള്ള രാജ്യത്തെ മുസ്ലിങ്ങളാണ് ആദ്യം പറയേണ്ടത്. ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ആ നിയമം അപരിഷ്കൃതമാണ്, ആ നിയമം ഭേദഗതി ചെയ്യണം എന്ന് ഒന്നാമതായി ആവശ്യപ്പെടേണ്ടത് അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന നിലയിൽ മുസ്ലിങ്ങളായിരുന്നു. ഏതെങ്കിലും മുസ്ലിം സംഘടനകളോ മുസ്ലിം പണ്ഡിതന്മാരോ ഏതെങ്കിലും മുസ്ലിം ആയിട്ടുള്ള ആളുകൾ ഇത്തരത്തിൽ വഖഫ് നിയമം ഭേദഗതി ചെയ്യണമെന്ന് രാജ്യത്തെ പ്രധാനമന്ത്രിയോടോ രാജ്യം ഭരിക്കുന്ന പാർട്ടിയോടോ ആവശ്യപ്പെട്ടതായി നമ്മളാരും ഇതുവരെ കേട്ടിട്ടില്ല. അപ്പോ വഖഫ് ഭേദഗതിയിലൂടെ ഉദ്ദേശിക്കുന്നത് മുസ്ലിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന 8 ലക്ഷത്തി ചില്ലുവാനം വരുന്ന മുസ്ലിങ്ങളുടേത് മാത്രമായിരിക്കുന്ന വഖഫ് ഭൂമി തട്ടിയെടുക്കുക എന്ന റിയൽ എസ്റ്റേറ്റ് തന്ത്രം മാത്രമാണ് ഇക്കാര്യത്തിൽ. ഏതെങ്കിലും മതേതര നിലപാടിന്റെ ഭാഗമായിട്ടാണ് വഖഫ് ഭൂമികൾ കൈകാര്യം ചെയ്യുന്നതിന് മുസ്ലിങ്ങളല്ലാത്ത അമുസ്ലിങ്ങളെ ആ വഖഫ് ബോർഡുകളിലേക്ക് സ്ഥാപിക്കണം, നിർദ്ദേശിക്കണം എന്ന അർത്ഥത്തിൽ ഭേദഗതി ചെയ്യാൻ നാളെ കേരളത്തിലെ ഏതെങ്കിലും ക്ഷേത്രത്തിന്റെ ട്രസ്റ്റുകളിലേക്കോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡുകളിലേക്കോ അഹിന്ദുക്കൾക്ക് കൂടി സ്ഥാനം നൽകണമെന്ന് പറഞ്ഞാൽ കേരളത്തിലെയും ഇന്ത്യയിലെയും RSSന്റെയും BJPയുടെയും അഭിപ്രായം എന്തായിരിക്കും? 2, കഴിഞ്ഞ ആഴ്ച ഓർഗനൈസറിൽ വന്ന RSSന്റെ മൗത്ത് പീസ് ആയിട്ടുള്ള മാഗസിനാണ് ഓർഗനൈസർ. നിർഭാഗ്യവശാൽ ആ ലേഖനം വന്ന് മണിക്കൂറുകൾക്ക് ആ ലേഖനം പിടിച്ചു. ആ ലേഖനത്തിലെ പരമ കാതൽ എന്ന് പറയുന്നത് രാജ്യത്തെ ബ്രിട്ടീഷ് ഭരണം കഴിഞ്ഞു പോകുമ്പോൾ ലഭിച്ചിരുന്ന സ്വത്തുക്കളിൽ മഹാഭൂരിപക്ഷവും കൈകാര്യം ചെയ്യുന്നത് ഇന്ന് ക്രിസ്തീയ സഭകളാണ്. അത് രാജ്യത്തിന് തിരിച്ചു കിട്ടണം എന്ന അർത്ഥത്തിലാണ് ആ ലേഖനം എഴുതപ്പെട്ടിട്ടുള്ളത്. എത്ര ആളുകൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. വിചാരധാരയിൽ പറയുന്ന മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകളുമാണ് ആഭ്യന്തര ശത്രുക്കളെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രയോക്താക്കൾ നിശ്ചയമായും ഇതൊക്കെ തന്നെ ചെയ്യുമെന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കേണ്ടത്. ഇനി മുനമ്പം വിഷയത്തിലേക്ക് വന്നാൽ എന്ത് കള്ളത്തരങ്ങളാണ് ഒരു സമൂഹത്തോടു നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. വഖഫ് നിയമം ഭേദഗതി പാസ്സാകുന്ന ദിവസം ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഈ നിയമം ഭേദഗതി വന്നതിലൂടെ രാജ്യത്താകമാനം ഈ നിയമം വന്നതിലൂടെ നടപ്പിലാക്കാൻ പോകുന്നത് വഴി മുനമ്പം നിവാസികൾക്കും അതിന്റെ ആനുകൂല്യം ലഭിക്കുന്ന അന്ന് ഞാനടക്കമുള്ള ആളുകൾ ഈ ചർച്ചകളിൽ പങ്കെടുത്തപ്പോൾ വളരെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു. ഏതൊരു നിയമം
സിവിൽ നിയമം രാജ്യത്ത് അവതരിപ്പിക്കപ്പെടുമ്പോൾ റിട്രോസ്പെക്റ്റീവ് എഫക്ട്, ക്രിമിനൽ നിയമം അത് ചെയ്യാൻ കഴിയില്ല. സിവിൽ നിയമം നടപ്പിലാക്കുമ്പോൾ റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിലോട് ആ നിയമം ആവിഷ്കരിച്ചിരുന്നു എങ്കിൽ നിങ്ങൾ അവകാശപ്പെടുന്ന, BJP അവകാശപ്പെടുന്ന മുനമ്പം നിവാസികൾക്ക് ലഭിക്കുമായിരുന്ന ആനുകൂല്യം ആ നിയമത്തിൽ നിന്ന് ലഭിച്ചേനെ. നിലവിൽ ആ നിയമം അവതരിപ്പിച്ചതുകൊണ്ട്, ആ ഭേദഗതി വന്നതുകൊണ്ട് മുനമ്പം നിവാസികൾക്കെന്നല്ല, വഖഫ് ഭൂമി അന്യാധീനമായി കൈവശം വെച്ചിരിക്കുന്ന ആരുടെയും ഭൂമിയിൽ ഒരു തരത്തിലും ആ നിയമം കൊണ്ടൊരു കരിയില്ലെന്ന് നിയമം വായിക്കുന്നവർക്കും നിയമം പഠിച്ചവർക്കും കൃത്യമായി ബോധ്യമുള്ളതാണ്. മുൻകാല പ്രാബല്യമില്ലാത്ത ഒരു നിയമത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങളെ പറ്റിക്കാൻ, മുനമ്പം നിവാസികളെ പറ്റിക്കുന്നതിന് വേണ്ടി, അത് വളരെ അല്ല ശ്രീ ബി എൻ ഹസ്കർ, മുൻകാല പ്രാബല്യം എന്ന വാക്കങ്ങയ്ക്ക് ഉപയോഗിക്കാം. അത് കിരൺ റിജിജുവും പറഞ്ഞിട്ടുണ്ട്. നിയമത്തിൻ്റെ വഴിയിലാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഈ മുനമ്പത്തുകാർ വിശ്വസിക്കുന്നത് ഈ ബില്ലിനപ്പുറം, അല്ലെങ്കിൽ ഈ നിയമത്തിനപ്പുറം, നിയമ ഭേദഗതിക്കപ്പുറം ഒരു സർക്കാർ കൊടുക്കുന്ന, ആരാണോ ഉറപ്പ് കൊടുക്കേണ്ടത് അവർ കൊടുക്കുന്ന ഉറപ്പിലാണ്. അതിനെ നമ്മൾ എന്തിനാണ് വിയോജിക്കുന്നത്? അത് തെറ്റെന്ന് ആവർത്തിക്കുന്നത് എന്തിനാണ്? കൃഷ്ണ, ഞാൻ അതിലൊരു അങ്ങയുടെ അഭിപ്രായത്തെ ഒരു സർക്കാരിന് ഉറപ്പൊക്കെ കൊടുക്കണം. മോദിജി പല ഗ്യാരണ്ടികളും രാജ്യത്തിന് നൽകിയിട്ടുണ്ട്. അത്തരം ഒരു ഗ്യാരണ്ടിയായി അവർക്കത് വിശ്വസിക്കാം. വിശ്വസിക്കേണ്ടവർ ഇപ്പോ ബി എൻ ഹസ്കർ അത് വിശ്വസിക്കണ്ട, കാരണം അങ്ങ് അതിന് ഇരയല്ല. വിശ്വസിക്കണ്ട, ഉല്ലാസ് ബാബു പോലും വിശ്വസിക്കണ്ട. പക്ഷേ അത് ആരാണോ അനുഭവിച്ചത് അവരത് വിശ്വസിക്കുന്നതിൽ തെറ്റു പറയുന്നത് എന്തിനാണെന്നാണ് എന്റെ ചോദ്യം. അവർക്ക് വിശ്വാസമുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? എന്റെ കൃഷ്ണരാജെ, കുറച്ച് ക്രിസംഗികളും കാസയുടേതായിട്ടുള്ള കുറച്ച് ആളുകളും കഴിഞ്ഞ കുറെ നാളുകളായി വഖഫ് നിയമത്തിന്റെ പേരും പറഞ്ഞ് അപരമത വിദ്വേഷം പരത്തുന്നതിന് വേണ്ടി ശ്രമം നടത്തുന്നത്. അവരതങ്ങ് വിശ്വസിച്ചോട്ടെ. അവരിനിയിപ്പോ ഈ നിയമത്തിൽ തേനും പാലും ഒഴുകാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കും. എഴുതി വെച്ചോ കൃഷ്ണൻ, ഇത് നിയമപരമായി നീതിന്യായ വ്യവസ്ഥയിലൂടെ അല്ലാതെ മുനമ്പത്തെ വിഷയം പരിഹരിക്കാനാവില്ല. നീതിന്യായ വ്യവസ്ഥയിലൂടെ പറഞ്ഞത് അല്ല, അതല്ലല്ലോ കിരൺ റിജുവിന്റെ പണി. അതല്ലല്ലോ കിരൺ റിജുവിന്റെ പണി. അതല്ല കിരൺ റിജുവിൻ ചെയ്യേണ്ടിയിരുന്നത്. പാർലമെന്റിൽ ഈ നിയമം പാസ്സാക്കുന്നത് വഴി ആ നിയമം ഭൂരിപക്ഷമുള്ള ഒരു സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താ? ഒരു സിവിൽ നിയമം എന്ന നിലയിൽ നിശ്ചയമായും മുൻകാല പ്രാബല്യത്തോടുകൂടി ആ നിയമം അവതരിപ്പിക്കാമായിരുന്നു. എന്തുകൊണ്ട് അവതരിപ്പിച്ചില്ല? മുൻകാല പ്രാബല്യം ഇല്ലാത്തൊരു നിയമത്തെ ചൊല്ലി അത് കാണിച്ച് കഴിഞ്ഞ ഈ പാവ മുനമ്പം നിവാസികളെ പറ്റിക്കുന്നത് എന്തിന് എന്നുള്ള ചോദ്യം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഞങ്ങൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ ഞങ്ങൾ മുനമ്പം നിവാസികൾക്കെതിരാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അവിടുത്തെ മഹാഭൂരിപക്ഷം ആളുകൾക്കും എന്തിന്, അവിടുത്തെ അതിരൂപതയ്ക്ക് പോലും ബോധ്യപ്പെട്ടു നിയമം കൊണ്ട് ഒരു കാര്യമില്ല. നീതിന്യായ വ്യവസ്ഥയിലൂടെ മാത്രമേ അതിൽ ഈ നിയമത്തിന് ഈ മുനമ്പം നിവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവൂ എന്ന വസ്തുത ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോ അവരെ പറ്റിക്കാൻ ഇനിയെങ്കിലും ദയവീത് ശ്രമിക്കരുത്. ഈ നിയമം കൊണ്ട് ചില ക്രിസംഗികൾ ഇങ്ങനെ ആഘോഷിക്കുന്നതിനപ്പുറം ഈ നിയമം കൊണ്ട് നിശ്ചയമായും മുനമ്പം നിവാസികൾക്ക് ഒരു പരിഹാരം ഉണ്ടാകും. മുനമ്പം നിവാസികളെ സംബന്ധിച്ചിടത്തോളം നീതിന്യായ വ്യവസ്ഥയിൽ നിന്ന് ലഭിക്കുന്ന ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു സർക്കാരിനും ഇക്കാര്യത്തിൽ ഇടപെടാനാവില്ല എന്നുള്ള വസ്തുത തിരിച്ചറിയുന്നിടത്ത് മാത്രമേ ഇക്കാര്യമുള്ളൂ.